അഡ്വക്കേറ്റ് ബലദേവ്, താങ്കൾ കേട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. PV അൻവറും ഇത്തരത്തിലൊരു പരാമർശം തന്നെയാണ് നടത്തിയത്. 3 പോറ്റുമക്കളുണ്ട്, അതിൽ ഒരു മകൻ ആണ് MR അജിത് കുമാർ. നേരത്തെ വസന്ത് തെങ്ങുംപള്ളി ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത് തൃശൂർ പൂരം കലക്കലുമൊക്കെയായി ബന്ധപ്പെട്ടും ചില റിപ്പോർട്ടുകളൊക്കെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നല്ലോ. ആ റിപ്പോർട്ടൊക്കെ ഏത് ലോക്കറിലാണോ പിണറായി വിജയൻ പൂട്ടിവെച്ചിട്ടുള്ളത്, അതേ ലോക്കറിൽ തന്നെയായിരിക്കും DGP നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടും പൂട്ടിവെക്കുക എന്നാണ്. അതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഈ ചാനൽ ചർച്ചയിലും പങ്കെടുക്കുന്നവർ അഭിപ്രായപ്പെടുന്നുണ്ട്. PV അൻവർ നിരവധി ആരോപണങ്ങൾ ഈ ഗവൺമെന്റിനെതിരെയൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടു, പിന്നെ തൃശൂർ പൂരം, മാമി കൊലപാതകം, RSS നേതാക്കളുമായിട്ടുള്ള ബന്ധം, പിന്നെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. VD സതീശൻ കണ്ടെയ്നറിനകത്ത് കാശ് കടത്തി, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം, CPM-ന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാത്രികാലങ്ങളിൽ ഒത്തുചേരുന്നു, KC വേണുഗോപാലിന് സോളാറുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ UDF നേതാക്കന്മാർക്കെതിരെ അദ്ദേഹം നിരവധി ആരോപണങ്ങൾ നടത്തി. ഇപ്പോൾ അദ്ദേഹത്തിന് UDF നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ പാളയത്തിലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ PV അൻവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് എന്ത് പ്രസക്തിയുണ്ടോ എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ നേതാവായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ആരോപണങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ട, നമുക്കിപ്പോ ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ ADGP-ക്കെതിരെയുള്ള അന്വേഷണത്തിന് ഈ ഗവൺമെന്റ് ആണ് ഓർഡർ ഇട്ടത്, DGP ചുമതലപ്പെടുത്തിയത് അത് അന്വേഷിക്കാനായിട്ട്. ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങൾക്കും എതിരെ അന്വേഷണത്തിനായിട്ട് ഉത്തരവിട്ടിരുന്നു. തൃശൂർ പൂരം അന്വേഷിക്കാനായാലും അതുപോലെ തന്നെ മാമി നിരോധനായാലും പ്രത്യേക ഒരു ടീമിനെയാണ്, ഒരു ക്രൈംബ്രാഞ്ച് IG-യുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ നിരോധിച്ചു. അതുപോലെ തന്നെ സുജിത്തിന്റെ ADGP-യുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പ്രത്യേക ടീമിനെ നിയോഗിച്ചു. സുജിത് ദാസ് എന്ന് പറഞ്ഞ SP-യെ സസ്പെൻഡ് ചെയ്തു, 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു, പലരെയും ആ ടീമിൽ നിന്ന് മാറ്റി. അങ്ങനെ പല കാര്യങ്ങളിലും ഗവൺമെന്റ് അതിനകത്ത് ഉത്തരവിട്ടിരുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് DGP ഇങ്ങനെ അന്വേഷിക്കുകയും ADGP-ക്കെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ADGP-യുടെ റിപ്പോർട്ടിനകത്ത് ശരിയാണ് ഇതുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും അതിലൊക്കെ പ്രധാനമായിട്ടുള്ള ഇഷ്യൂ വന്നിരിക്കുന്നത് അന്നിരുന്ന ADGP കൊടുത്തിരുന്ന P. വിജയൻ കൊടുത്തിരുന്ന മൊഴിയാണ്. P. വിജയനെതിരെ ഇദ്ദേഹം സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സുജിത് ദാസ് അറിഞ്ഞായിട്ട് പറഞ്ഞു. സുജിത് ദാസ് അത് നിഷേധിച്ചു. ഇപ്പോൾ അന്വേഷണത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് വന്നു. അതാണ് ADGP-ക്കെതിരെ വന്നിരുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് ശരിയാണ്, കുറേയധികം സമയമായി ഗവൺമെന്റ് പക്കലുണ്ട്. ആ ഗവൺമെന്റ് പക്കൽ ഉണ്ടാവുന്ന കാര്യം തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാവും. കാരണം ഗവൺമെന്റ് ഓർഡർ ഇട്ടതാണ് അന്വേഷണത്തിനായിട്ട്. ആ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് DGP അങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചത്. തീർച്ചയായിട്ടും അതിനകത്ത് അന്വേഷണം ഉണ്ടാകും, ADGP-ക്കെതിരെ നടപടി ഉണ്ടാകും. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാൽ ഇവിടെ ഈ ഗവൺമെന്റ് IAS IPS ഓഫീസർമാർക്കെതിരെ നടപടി എടുക്കത്തില്ലെന്ന്. ഒരു ചരിത്രം ഒന്ന് മനസ്സിലാക്കി നോക്കണം. കേരള ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ IAS IPS ഓഫീസർമാർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് പിണറായി വിജയൻ ഗവൺമെന്റാണ്. ശ്രീരാം വെങ്കട്ടരാമനെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് നടപടിയെടുത്തു. അനുപം മിശ്ര എന്ന IAS ഓഫീസർക്കെതിരെ നടപടിയെടുത്തു. അല്ല, ശ്രീരാം വെങ്കട്ടരാമനെയൊക്കെ വീണ്ടും പിന്നീട് അടുത്ത പോസ്റ്റിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തില്ലേ? ഞാൻ പറയട്ടെ K. രാധാകൃഷ്ണനെതിരെ നടപടിയെടുത്തു, ജേക്കബ് തോമസിനെതിരെ നടപടിയെടുത്തു, IG ലക്ഷ്മികാന്തിനെതിരെ നടപടിയെടുത്തു. PS ഇരുന്നപ്പോൾ ടോബിൻ തച്ചങ്കരി സസ്പെൻഡ് ചെയ്തു 2010. അങ്ങനെ വളരെ കൂടുതലായിട്ട് IAS-കാർ ഈ ഗവൺമെന്റ് 5 IAS IPS ഓഫീസർമാർക്കെതിരെ പിണറായി വിജയൻ ഗവൺമെന്റ് നടപടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് IAS IPS ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കുന്നതിനൊന്നും ഭയമുള്ള ഗവൺമെന്റ് ഒന്നും അല്ലത്. പിന്നെ ADGP-ക്കെതിരെ അവിടെയാണല്ലോ അവിടെ പ്രത്യേകമായി പറയുന്നുണ്ടല്ലോ, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ മിടുക്ക് എന്നതിനപ്പുറത്ത് സർക്കാരുമായി ചേർന്ന് നിന്ന, അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടപ്പെട്ട ഈ പറയുന്നത് പോലെ വിശ്വസ്തരായ ചില ആളുകൾ, അവിടെയാണ് വസന്തിനെ പോലെയുള്ളവർ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു പക്ഷേ ഇവരൊക്കെ ഒരു ആത്മകഥ എഴുതിയാൽ സർക്കാർ പോലും താഴെ വീഴും എന്ന മട്ടിൽ. അപ്പോൾ വഴിവിട്ട പ്രവർത്തനങ്ങൾ സർക്കാരിന് വേണ്ടി നടത്തുന്നവരെ പിന്താങ്ങുകയും അല്ലാത്തവർക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യാം. അല്ല, അത് പണ്ട് നമുക്കറിയാലോ, ഇവിടെ DGP ആയിരുന്ന ജയറാം പടിക്കലൊക്കെ പലതും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു. അടിയന്തരാവസ്ഥ സമയത്തൊക്കെ ഉൾപ്പെടെയുള്ളത്, രാജൻ കൊലക്കേസ് ഇങ്ങോട്ടുള്ള നിരവധി സംഭവങ്ങൾ. അത് ഗവൺമെന്റ് എപ്പോഴും ഭരിക്കുമ്പോൾ ഈ ADGP-മാര് ചീഫ് സെക്രട്ടറിമാര് പലപ്പോഴും അവരുടെ സെക്രട്ടറിമാരാണ്. അവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. രഹസ്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ഒഫീഷ്യൽ കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കുന്നത് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഞാനും വലിയൊരു ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നു, അന്ന് അവിടെ ഇരുന്ന MD പ്രധാനപ്പെട്ട കാര്യങ്ങൾ MD-യുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അവിടുത്തെ MD-ക്കും സെക്രട്ടറിക്കും ഒക്കെ അറിയാം.
അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു ഭരണക്രമത്തിന്റെ ഒരു ഭാഗമാണ്. മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെ ഹോം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹോം സെക്രട്ടറിക്കും DGPക്കും ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയിട്ടാണ് അവർ കൺവേ ചെയ്യുന്നത്. അതിനകത്ത് രഹസ്യ സ്വഭാവമുള്ളതുണ്ടാകാം, പരസ്യ സ്വഭാവമുള്ളതുണ്ടാകാം. അപ്പോൾ ഈ രഹസ്യങ്ങളുടെ ഒഫീഷ്യൽ സീക്രട്ടായിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. അതൊന്നും എല്ലാവരും തുറന്നു പറഞ്ഞാൽ ഇവിടുത്തെ മാത്രമല്ല, മൺമറഞ്ഞു പോയ പല മുഖ്യമന്ത്രിമാരും ജനിച്ചു വന്നാൽ അവരൊക്കെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ഡയറി എഴുതും, അവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞ് ആരെയും ഭയപ്പെടുത്താനൊന്നും ഒക്കത്തില്ല. തിരിച്ചും അവരുടേതായിട്ടുള്ള നിരവധി രഹസ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. നമ്മൾ അങ്ങനെയും കൂടെ ആലോചിക്കണം. ഇപ്പോൾ ഒരുപക്ഷെ ADGP അങ്ങനെ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ADGPയുടെ നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടാവും, അല്ലെ ഹോം സെക്രട്ടറിയുടെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ സീനിയർ IAS ഓഫീസർമാരും IPS ഓഫീസർമാരും കാണിക്കുന്നത് നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആര് മുഖ്യമന്ത്രിയായിട്ടിരുന്നാലും ആ മുഖ്യമന്ത്രിമാരുടെ കയ്യിൽ അവരുടെ കയ്യിലുണ്ടാവും. അതൊരു ഒഫീഷ്യൽ സീക്രട്ടിന്റെ ഭാഗമാണ്, പരസ്പരം ഉണ്ടാവും. ഇപ്പൊ ഞാനിരിക്കുമ്പോൾ എന്റെ രഹസ്യങ്ങൾ എന്റെ സെക്രട്ടറിയുടെ കയ്യിലുണ്ടാകും, സെക്രട്ടറിയുടെ രഹസ്യങ്ങൾ എന്റെ കയ്യിലുണ്ടാകാം. അപ്പൊ പരസ്പരം ഞങ്ങൾ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ചോദിച്ചത് അതൊരു തരം ബ്ലാക്ക്മെയിലിംഗ് ആണോ പരസ്പരം എന്നുള്ളത്? ഞാൻ പറയട്ടെ, 57 മുതൽ ഇങ്ങോട്ട് 2025 വരെയുള്ള കാലഘട്ടം എടുത്താൽ ആരൊക്കെ മുഖ്യമന്ത്രിമാരായിട്ടിരുന്നിട്ടുണ്ടോ, ആരൊക്കെ ചീഫ് സെക്രട്ടറിമാരായിട്ടിരുന്നിട്ടുണ്ടോ, അന്ന് ID ആയിരുന്നു, പിന്നെ DGP ഒക്കെ ആയിരുന്നു. ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേയധികം രഹസ്യങ്ങൾ കാണാം. നമ്മൾ രഹസ്യമായിട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമാണ്. പക്ഷെ ആരും പുറത്തു പറയാത്ത രഹസ്യമായ ഒരു പരസ്യം അതെല്ലാവർക്കും ഉണ്ടാവും. അത് പരസ്പരം പറഞ്ഞ് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ഒഫീഷ്യൽ സീക്രട്ടായിട്ട് തന്നെ നിലനിന്നു. അപ്പൊ ഇവിടെ ഗവൺമെന്റ് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നു. അതിന്റെ ഭാഗമാണ് DGP കൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അല്ലെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനങ്ങനെ ഉത്തരവിടേണ്ടായിരുന്നല്ലോ, DGP അന്വേഷിക്കേണ്ടായിരുന്നല്ലോ. DGP എന്തിനാ ഉത്തരവിട്ടു? ഈ ശുപാർശ കയ്യിലുണ്ട് എന്നതിനപ്പുറത്ത് സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അഡ്വക്കേറ്റ് ബലദേവ്. തീർച്ചയായിട്ടും അല്ല, അത് നമ്മൾ വരട്ടെ, അതിന് സമയമുണ്ടല്ലോ. സർക്കാർ തീരുമാനത്തിലേക്ക് നടക്കുമോ നടക്കത്തില്ലയോ എന്ന് പോയിട്ട് പണ്ട് നേരത്തെ പറഞ്ഞാണല്ലോ, നമ്മൾ കരിപ്പൂർ സ്വർണ്ണക്കേസ് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണല്ലോ ആർക്കും നേരെ നടപടി ഉണ്ടായില്ല എന്ന്. SP ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്തില്ലേ, പുതിയ ടീമിനെ അവിടെ നിയമിച്ചില്ലേ. മാമി കൊലപാതക കേസ് PV അൻവർ കൊണ്ടുവന്ന പുതിയ ടീം അന്വേഷിക്കുകയാണ്, ക്രൈംബ്രാഞ്ചിന്റെ പുതിയ ടീം ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും. ശരി, ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഈ അല്പസമയം മുമ്പ് KM എബ്രഹാം ജീവനക്കാർക്ക് നൽകിയ സന്ദേശമുണ്ട്. അങ്ങനെ ഒരു സന്ദേശമൊക്കെ നൽകാറുണ്ടോ എന്നറിയില്ല. താൻ രാജിവെക്കില്ല എന്നാണ് ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സന്ദേശം ഈ ജീവനക്കാർ വലിയ ആശങ്കയിൽ ഒക്കെ പെടുമോ, KM എബ്രഹാം രാജിവെച്ചാൽ എന്നുള്ളത് എനിക്കറിയില്ല. അല്ലെങ്കിൽ അത്രയും കരുത്തനായ ഒരാളെ മറ്റൊരാളെ ഇനി ലഭിക്കാത്തത് കൊണ്ടാണോ അങ്ങനെയൊക്കെ ആശങ്കയുണ്ടോ എന്നറിയില്ല. എന്തായാലും അങ്ങനെയൊരു സന്ദേശം ജീവനക്കാർക്ക് നൽകണമെങ്കിൽ അതിൻ്റെ ഉറപ്പും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടാകണമല്ലോ. ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കോടതി തന്നെ വിലയിരുത്തുന്ന, അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന സാധ്യത വിലയിരുത്തുന്ന വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെയും ഇതേ രീതിയിൽ തുടരേണ്ട എന്തുത്തരവാദിത്തമാണ് സർക്കാരിനുള്ളത്? അല്ല, ഒരാളിനെ പ്രതിയാക്കിയെന്ന് വിചാരിച്ച് നമ്മളിപ്പോ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പ്രതിയാക്കിയെന്ന് വിചാരിച്ച് പ്രതി ഉടനെ രാജിവെക്കണമെന്നില്ലല്ലോ. നമ്മളെല്ലാവരും എല്ലാ ചർച്ചയിലും അങ്ങനെ ചില വിഷയങ്ങളിലല്ലേ ഉള്ളൂ. ഈ അടുത്ത കാലത്താണല്ലോ സെബി ചെയർമാനെതിരെ ഉണ്ടായ ഒരു ആരോപണം അറിയാമല്ലോ. ഇതുപോലെ തന്നെയാണ് കൃത്രിമത്വം കാണിച്ച് വലിയ സമ്പാദ്യം ഉണ്ടാക്കി എന്നുള്ളതായിരുന്നല്ലോ മാധവി ബുച്ചിനെതിരായ ആരോപണം. എന്തായിരുന്നു CPMന്റെ നിലപാട്? അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയെന്നത് വരെ ആ പദവിയിൽ നിന്നൊന്നും മാറേണ്ട എന്നല്ലല്ലോ. അപ്പോൾ ചില വിഷയങ്ങളിൽ മാത്രമാണോ ഇത് ബാധകമാകുന്നുള്ളൂ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ? അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. രാജസ്ഥാനിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന കോൺഗ്രസിന്റെ അശോക് ഗെഹ്ലോട്ടിന്റെ സഹോദരൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, കേസെടുത്തു. അദ്ദേഹം രാജിവെച്ചില്ല. കഴിഞ്ഞ മന്ത്രിസഭ തീരുന്നവരെ അദ്ദേഹം വീണ്ടും ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് തന്നെ ഇരുന്നു. അതുപോലെ തന്നെ AICC ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധി ഇവർക്കൊക്കെ എതിരെ കേസെടുത്തില്ലേ. ഇക്കാര്യങ്ങളിൽ കോൺഗ്രസും CPM ഒക്കെ ഒരേ തൂവൽ പക്ഷികളായി തന്നെയാണ് പോകേണ്ടതല്ലേ? അല്ല, നിരവധി കേസുകളിൽ കോൺഗ്രസിനെതിരെ ഇപ്പൊ തന്നെ എത്രയോ അന്വേഷണം നടക്കുന്നു. ഇപ്പൊ ആ സ്വത്ത് മൊത്തം കണ്ടെത്തി, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നാഷ് ഖറാഡ് കേസിൽ ED കെട്ടിയല്ലോ. അതിനകത്തൊക്കെ പ്രതികളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണ്ടേ? ഒരു കുടുംബപരമായിട്ട് അതിനകത്ത് എല്ലാവരും പ്രതികളാണ്. 800 കോടി രൂപയുടെ സ്വത്ത് ED കണ്ടുകെട്ടാൻ പോവുകയാണ്. അപ്പൊ അത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അപ്പൊ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കും. അല്ല, അതിലൊരു ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്, ഒരു പദവിയിലൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം വിരമിക്കലും കഴിഞ്ഞ് പിന്നീട് പദവികൾ നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ആരോപണ വിധേയരെ തന്നെ ഇരുത്തണമോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. തീർച്ചയായിട്ടും അത് ധാർമ്മികമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. കാര്യം ഇന്നാണ് ഇഷ്യൂ വന്ന് നമുക്കറിയാമല്ലോ. ഈ ഇഷ്യൂ ഇപ്പൊ ചർച്ചയിൽ വരുന്നത് തീർച്ചയായിട്ടും ഇന്നല്ലല്ലോ, ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് 2 ദിവസമായില്ലേ.
കുറെ ദിവസമായി. അപ്പൊ അതിനകത്ത് അദ്ദേഹം എന്ത് നടപടി സ്വീകരിക്കും? അത് ഇപ്പൊ അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെച്ചു. ഇപ്പൊ അദ്ദേഹം എല്ലാവരും തുടരുകയാണ്. അപ്പൊ രാജിവെച്ചാൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് പുറത്തു വന്നു. ഇപ്പൊ സിബിയുടെ MD ആയിട്ടൊക്കെ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അത് തീർച്ചയായിട്ടും അത് അവർ തീരുമാനം എടുക്കുമായിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർ തീരുമാനം എടുക്കുമായിരിക്കും. അതിനുള്ള സമയമായിട്ടുള്ള 2 ദിവസമേ ആയിട്ടുള്ളൂ. അതിനകത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രതി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം രാജിവെക്കണം, അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നതിനകത്ത് പറയുന്നവർക്ക് അതിനുള്ള ധാർമ്മികതയുണ്ടോ എന്ന് പറയുന്നവരാലോചിക്കണം. ഞങ്ങൾ എപ്പോഴും ഇത് ചെയ്യുന്നവരാണ്. ഞങ്ങളെ പ്രതിയാക്കിയാൽ ഞങ്ങൾ ആ സ്ഥാനം രാജിവെക്കും. ശരി ശരി. എന്തായാലും ആ ധാർമ്മികതയ്ക്ക് ഉത്തരം നൽകേണ്ടത് വസന്താണ്. ഈ ചർച്ച